ഹലോ, നമുക്കിന്ന് ഈ മാഗി കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കിയാലോ? ഇതൊരു വെറൈറ്റി സാധനം കേട്ടോ. കാരണം എനിക്കിതെൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. ഏതോ ഒരു രീതിയിൽ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ഉണ്ടാക്കാൻ പോവാം. അപ്പം നിങ്ങളും കണ്ടു നോക്ക്. ആദ്യമേ തന്നെ നമ്മൾ പൊട്ടറ്റോ ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ബീൻസ്, തക്കാളി, സവോള, വേണമെങ്കിൽ ക്യാരറ്റും എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിത് ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു, സവോള ഇട്ടു, തക്കാളി പിന്നെ ബീൻസ് ഇട്ട് അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വേണം കേട്ടോ. അതിന് ശേഷം നമ്മൾ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോയിൽ ചെയ്ത് വെച്ച പൊട്ടറ്റോ, അത് നമ്മൾ ഉപ്പിട്ടാണ് ബോയിൽ ചെയ്തത്, അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് പെപ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് പെപ്പർ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് കളറിന് വേണ്ടി കാശ്മീരി ചില്ലിയാണ് ഇട്ടേക്കുന്നത്. അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സോയാ സോസ് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. ഇനി നമ്മൾ ആ സെയിം പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് നന്നായിട്ട് ചിക്കിയെടുത്തു. പിന്നെ നമ്മൾ അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇട്ട് സോട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മളൊരു പാനിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. നമ്മൾ നോർമലി മാഗി വേവിക്കുന്ന പോലെ മാഗി അതുപോലെ അതിൻ്റെ മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെച്ചു. വെന്തതിന് ശേഷം നമ്മൾ ഈ മുട്ടയും വെജിറ്റബിൾസും അതിലോട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. നന്നായിട്ട് മിക്സ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടു. അങ്ങനെ നമ്മുടെ മാഗി റെഡി. അപ്പം ഈ കറിവേപ്പില ഇട്ട മാഗി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളിയായിരുന്നു കേട്ടോ.